ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. BJP നരേന്ദ്രമോദിജി സർക്കാർ കുട്ടികളോടൊപ്പം ഇല്ല എന്നൊരു പ്രചരണം, യുവാക്കളോടൊപ്പം ഞങ്ങളില്ല, യുവാക്കളുടെ എതിരെയാണ് എന്നൊരു പ്രചരണം നടത്തുന്നുണ്ട് ചില ഫോഴ്സസും ചില സെഗ്മെന്റ്സും. അതിൻ്റെ സത്യം എന്താണെന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ 3 കൊല്ലം സെൻട്രൽ ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്നു, MP ആയിരുന്നു. 2014 മുതൽ നരേന്ദ്രമോദിജി യൂത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് ഇന്ന് ഒന്ന് ആവർത്തിക്കാൻ, ഒന്ന് മുമ്പോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഇന്ത്യയിൽ 2014 മുമ്പ് നമ്മുടെ ലേബർ ഫോഴ്സും യൂത്തിലും 80% അൺസ്കിൽഡും 80% നമ്മുടെ ലേബർ ഫോഴ്സിലും അൺഎഡ്യൂക്കേറ്റഡ് കുട്ടികളായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന. അതായിരുന്നു അതിൻ്റെ ഒരു സ്ഥിതി. 60 കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് 2/3 നമ്മുടെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾ എഡ്യൂക്കേഷൻ ഇല്ലാണ്ടെയും സ്കില്ലില്ലാണ്ടെയും ആയിരുന്നു. അതായിരുന്നു അന്നത്തെ സാഹചര്യം, അവസ്ഥ. കഴിഞ്ഞ 10-12 കൊല്ലം നരേന്ദ്രമോദിജി 5 കോടി കുട്ടികൾക്ക് സ്കില്ലിങ്ങും എത്രയോ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്സും പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന ഒരു വലിയ എക്സ്പാൻഷനും. അതിനപ്പുറം ഞാനത് കണക്ക് പറയാനല്ല ഇവിടെ വന്നിരിക്കുന്നത്, പക്ഷേ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനും ഈ ഒരു നറേറ്റീവിനെ പൊളിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. യുവാക്കൾക്ക് വേണ്ടി നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ഇതാണ് ഫാക്ട്, ഇതാണ് സത്യം. ഈ നീറ്റ് എക്സാമിനേഷൻ ലീക്ക് ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇതിന്റെ മുമ്പ് ഇത് ഇപ്പോൾ നടക്കുന്ന സമയത്തല്ല, ഇത് 2-3 മാസം മുമ്പ് എന്നോട് മാധ്യമ സുഹൃത്ത് ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇത് വളരെ ദുഃഖകരമായ ഒരു ട്രാജഡി മാത്രമല്ല, ഒരു ക്രൈമാണ്. ആ ഒരു അഭിപ്രായം അന്ന് മുതൽ ഇന്നും ഞങ്ങൾക്കുണ്ട്. അത് കുട്ടികളെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, കുട്ടികളുടെ വിശ്വാസം തകർക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതിൽ അന്വേഷണം വേണം, ഉത്തരവാദിത്വം കണ്ടുപിടിക്കണം, റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് അതിൽ അവിടെ വേണ്ട റിഫോംസ് എല്ലാം കൊണ്ടുവരണം. അതാണ് നരേന്ദ്രമോദിജി ചെയ്തത്. റീടെസ്റ്റ് ചെയ്തു, CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ഇതെല്ലാം ചെയ്തു. പിന്നെ എക്സാമിനേഷൻ ലീക്ക് ഒരു പുതിയ വിഷയമല്ല. അത് രാജ്യത്തിൽ എല്ലാ സ്റ്റേറ്റിലും എത്ര കൊല്ലമായി നടക്കുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ട് നടന്നു, എന്തുകൊണ്ട് ഇന്നും നടക്കുന്നു എന്ന് നമ്മൾ ചോദിക്കണം, ചർച്ച ചെയ്യണം. അത് കറക്റ്റാണ്. അഴിമതി ഇന്നും നമ്മുടെ സിസ്റ്റമിലുണ്ട്. ഇന്ന് ഈ നീറ്റ് ലീക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കൂ. ആരാണ് ലീക്ക് ചെയ്യുന്നത്? എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന ആ പ്രൊഫസറാണ് ലീക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സിസ്റ്റമിൽ ഇന്നും അഴിമതി ഉണ്ട് എന്ന്, അത് സംസ്ഥാനമാണോ രാജ്യമാണോ അതിൽ ഉണ്ട്, അത് നമ്മൾ സമ്മതിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായി ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്നത് ആരാണ്? നരേന്ദ്രമോദിജി സർക്കാർ. 2024 പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 കൊണ്ടുവന്ന ആരാ? നരേന്ദ്രമോദിജി സർക്കാർ. ആ ബില്ലുണ്ടാക്കിയ കമ്മിറ്റി ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഭാഗമായിരുന്നു ഞാൻ. അപ്പോൾ യുവാക്കളെ സംരക്ഷിക്കാനും യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറക്കരുത്.
കുട്ടികൾക്ക് ദേഷ്യം, അവരെ സങ്കടവും, അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഉള്ള അവകാശവും ഈ സർക്കാരും ഞങ്ങളെ പാർട്ടി സമ്മതിക്കുന്നു. അത് ആദ്യം മുതൽ പറയുന്നതാണ്. അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അവരുടെ പേരിൽ ആ പ്രൊട്ടസ്റ്റിന്റെ മുതലെടുത്ത് ചില ഇൻട്രസ്റ്റ്, ചില ഫോഴ്സസ് അവിടെ ആ പ്രൊട്ടസ്റ്റിനെ ഹൈജാക്ക് ചെയ്യുന്നു. വിഷയം നീറ്റല്ല, നീറ്റ് മാറ്റിവെച്ച് നരേന്ദ്രമോദിജി ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റിക് മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ്. അപ്പോ കുട്ടികളുടെ പേരിൽ, യുവാക്കളുടെ ഈ ലെജിറ്റിമേറ്റ് ഇഷ്യൂവിന്റെ പേരിൽ അതിന്റെ മുതലെടുത്ത് ചില ഫോഴ്സസ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു, വയലൻസ് അവിടെ കൊണ്ടുവരുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, കുട്ടികൾക്കൊരു 100% അവകാശമുണ്ട്. ഇത് ആര് ചെയ്തു, എങ്ങനെ നടന്നു, നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് ചോദിക്കാൻ. അത് ചോദിക്കണം, അന്വേഷണം നടക്കണം. ആരാണെങ്കിലും ഗിൽറ്റി ആണെങ്കിൽ അവരെ ജയിലിൽ അയക്കണം. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ അവിടെ ഒരു അപകടം നടക്കാൻ പാടില്ല. ആരെങ്കിലും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അവിടെ എന്തെങ്കിലും ഒരു അപകടം നടത്തി കുട്ടികളെ പരിക്കോ എന്തെങ്കിലും അവിടെ ചെയ്താൽ അതൊരു വലിയ മറ്റൊരു വശത്ത് പോകും, മറ്റൊരു ഡയറക്ഷനിൽ പോകും. അതുകൊണ്ട് ഞാനൊരു ചെറിയ ആളാണ്, BJP കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇവിടെ ഇരുന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ അനാർക്കിയും വയലൻസിന്റെ പാട്ടാവരുത്. നിങ്ങളൊരു ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമാവണം. നിങ്ങൾ രാഷ്ട്രീയക്കാരോട് പറയണം, പാർലമെന്റിൽ പോയി ചർച്ച ചെയ്യൂ. പോലീസ് ആക്രമണം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിനെ കുറിച്ച് അന്വേഷണം, ആ ആക്രമണത്തിനെ കുറിച്ച് അന്വേഷണം ചെയ്യണം എന്ന് നിങ്ങൾ നിർബന്ധിക്കൂ. പക്ഷേ ഈ വയലൻസിന്റെ ഭാഗമാവാൻ പാടില്ല, എനാർക്കിന്റെ ഭാഗമാവാൻ പാടില്ല എന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. പിന്നെ അവസാനം കുട്ടികളോടും യൂത്തിനോടും ഞാൻ പറയണം, വരാൻ പോകുന്ന കാലത്തിൽ ഈ AI-യും വരുന്ന പുതിയ ടെക്നോളജി വഴി നമ്മളുടെ ലേബർ ഫോഴ്സിലും തൊഴിലവസരങ്ങളും വലിയ ഡിസ്റപ്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇന്ന് ചാലഞ്ച് ഉണ്ടെങ്കിൽ നാളെ മറ്റന്നാളും അതിനേക്കാൾ കൂടുതൽ ചാലഞ്ച് ആയിരിക്കും. തൊഴിലവസരങ്ങളിൽ വലിയ മാറ്റം വരും. സ്കില്ലിന്റെയും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യങ്ങൾ വലിയ മാറ്റം വരും. ഇതെല്ലാം ഇതിനു വേണ്ടി, ഇതിനെ പരിഹരിക്കാനും നിങ്ങളെ സഹായിക്കാനും നിങ്ങൾക്ക് പിന്തുണ തരാൻ ഒരൊറ്റ ഗവൺമെന്റ് ആയിരിക്കും നരേന്ദ്രമോദിജി സർക്കാർ. കഴിഞ്ഞ 12 കൊല്ലം അവർ അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ. ഇനിയും അത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞ് ആ പോയിന്റ് അവിടെ നിർത്തുന്നു. രണ്ടാമത്തെ പോയിന്റ്, എനിക്ക് ഇത് പറയണം, ഇത് നമ്മൾ ചർച്ച ചെയ്യണം, കോൺഗ്രസിന്റെ നിലപാട്. ഈ നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നരേന്ദ്രമോദിജി സർക്കാർ ആർമി ഉപയോഗിച്ചിട്ട് സെക്യൂരിറ്റി വഴി റീ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഒരു വാക്ക് കോൺഗ്രസ് പാർട്ടി പറഞ്ഞില്ല. സ്റ്റുഡൻസ് അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധി അവിടെ പോയില്ല. ഇത് എന്താണ് എപ്പോഴും ഈ പാർലമെന്റ് സെഷന് മുമ്പ് ഇവരുടെ ഒരു രാഷ്ട്രീയം? ഇത് ചോദിക്കേണ്ടതല്ലേ? ഇതൊരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇതിനെക്കുറിച്ച് നമ്മുടെ മുൻ വൈസ് ചാൻസലറും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാംജി സംസാരിക്കും. അത് സമ്മതിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത് ചെയ്യാണ്ട് ഇരിക്കാൻ എന്താണ് അവർക്ക് ഒരു ഹെസിറ്റേഷൻ? എന്തുകൊണ്ടാണ് അവിടെ ചർച്ച ചെയ്യാൻ ഒരു പേടി? TV ഉണ്ട്, ചാനലുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം പാർലമെന്റിലല്ല അവിടെ അവതരിപ്പിക്കേണ്ടത്. സ്റ്റുഡന്റിന്റെ അവകാശങ്ങളുടെ പേരിൽ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത് ഹൈ സെക്യൂരിറ്റി പ്രൈം മിനിസ്റ്ററിന്റെ വീടിന്റെ ചുറ്റുമുള്ളത് ഹൈ സെക്യൂരിറ്റി ഏരിയ ബ്രീച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അത് എന്തിനു വേണ്ടി?
അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണോ? അവരുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണോ? ജനാധിപത്യം അട്ടിമറിക്കാനാണോ? ഇത് 3 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമാണ് കേരളം. അവിടെ പോയിട്ട് എന്താണ് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷന് മേലെ ഓത്തെടുത്ത ഒരു മുഖ്യമന്ത്രി ഞാൻ ലോ ബ്രേക്ക് ചെയ്യില്ല, പിന്നെ എങ്ങനെയാണ് ഹൈ സെക്യൂരിറ്റി ഏരിയ ബ്രീച്ച് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നത്? നോക്കൂ, ഇതൊരു ചർച്ചാ വിഷയമാണ്. കുട്ടികളുടെ ഭാവി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. നീറ്റ് എക്സാമോ ഏത് എക്സാമിലും ലീക്ക് ഉണ്ടായാൽ അത് കുട്ടികളുടെ ഭാവി ബാധിക്കും, കുട്ടികളുടെ വിശ്വാസം എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ ബാധിക്കും. അതെല്ലാം കറക്റ്റാണ്, നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ ജനാധിപത്യമാണ്, ഇത് ചൈനയല്ല, ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ല, എനാർക്കി അല്ല ഇവിടെ ആവശ്യം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഇവരുടെ ട്രാപ്പിൽ പെടരുത്. ഞാൻ കുട്ടികളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇതെല്ലാം ചർച്ച ചെയ്യാൻ പാർലമെന്റ് ഒരു ഫോറമാണ്. ഗവൺമെന്റ് പിന്നെ ഒപ്പം എൻഗേജ് ചെയ്യൂ, നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഒപ്പം എൻഗേജ് ചെയ്യൂ. പക്ഷെ വയലൻസ് നിങ്ങൾ കൊണ്ടുവരരുത്, വയലൻസിന്റെ ഭാഗമാവരുത്. എനാർക്കി, ഡെമോക്രസിയിൽ എനാർക്കിക്ക് ഒരു സ്പേസ് ഇല്ല, കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ബാക്കി അബ്ദുൾ സലാംജി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറയണത് ഒരു വൈസ് ചാൻസലർ എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവം, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവം, രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും രാഷ്ട്രീയം കൂടുതൽ പറയാൻ അറിയാത്ത പച്ചയായ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ചില വികാരങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ ഇന്ന് 1300ഓളം യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിലൊരു വലിയ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു മുതൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിൻ്റെ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ കോമൺ ഇൻട്രസ്റ്റ് ടെസ്റ്റുകളിലൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരിക്കലും സംഭവിക്കാത്തത് സംഭവിക്കുകയും നമ്മുടെ കുട്ടികളുടെ ഭാവി തുലാസിലാവുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഏതാണ്ട് 23 ലക്ഷം കുട്ടികൾ എഴുതിയ നീറ്റ് എക്സാമിനേഷൻ അത് ഫ്ലോപ്പായി, ഫെയിലായി. ഉടനെ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ കൺസേൺഡായി, പെയിൻഫുള്ളായിട്ട് റിയാക്ട് ചെയ്ത ആള് നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഇന്ന് ലോകം സീരീസ് ഓഫ് വാറിൻ്റെ മധ്യത്തൂടെ പോകുമ്പോൾ ഇവിടെ എനർജി സെക്യൂരിറ്റിക്കും ഫുഡ് സെക്യൂരിറ്റിക്കും സേഫ്റ്റിക്കും ഒക്കെ വേണ്ടി അലയുന്ന പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രേഷ്യസ് ടൈം ഉപയോഗിച്ച് അദ്ദേഹം ആർമിയെ വിളിച്ചു, ഹൈ ലെവൽ ഓഫീസേഴ്സിനെ വിളിച്ചു. ഇമ്മീഡിയറ്റായിട്ട് കുട്ടികളുടെ പ്രശ്നം സോൾവ് ചെയ്യണം, നടന്നതിനെ പറ്റി അന്വേഷണം നടത്തണം, അതിൽ കൾപ്രിറ്റ്സിനെ ബുക്ക് ചെയ്യണം, സ്ട്രോങ്ങസ്റ്റ് പണിഷ്മെന്റ് കൊടുക്കണം. മാത്രം പോരാ, എത്രയും പെട്ടെന്ന് പരീക്ഷ നടത്തണം, എത്രയും വേഗം റിസൾട്ട് വരണമെന്ന് ക്വിക്ക് ആക്ഷൻ എടുത്ത ഒരു പ്രൈം മിനിസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ 2 കൈ എടുത്ത് നമ്മൾ തൊഴുതു പോകും. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഇനി ഇത് ഒരിക്കലും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് ഇവോൾവ് ചെയ്യണം. അതിനും ആക്ഷൻ തുടങ്ങി. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പോപ്പുലേഷൻ്റെ ഏതാണ്ട് 65% വരുന്ന യൂത്ത്, 35 വയസ്സിന് താഴെയുള്ള യൂത്ത്, 65% യൂത്ത്, 91 കോടിയുള്ള യൂത്ത്, അവരാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത്. അവർക്ക് വിഷമം വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അദ്ദേഹം 12 കൊല്ലം കൊണ്ടുവന്ന 312 പ്രോഗ്രാംസ് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 359 പ്രോഗ്രാംസ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ 212 പ്രോഗ്രാംസും യൂത്ത് സെൻട്രിക് പ്രോഗ്രാംസ് ആണ്. ഒന്ന് എംപ്ലോയ്മെന്റ് സെൻട്രിക്, അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് സെൻട്രിക്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെൻട്രിക്, അല്ലെങ്കിൽ സ്കിൽ സെൻട്രിക്. അങ്ങനെ യൂത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം അദ്ദേഹത്തിൻ്റെ എനർജിയുടെ ഒരു വലിയ സമയം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കീ വേർഡ്സ് യൂത്തും വിമനും പുവറും 2-3 വേർഡുകളാണ് അദ്ദേഹത്തിന് എപ്പോഴും ഗവേൺ ചെയ്യുന്നതും. ഇന്ത്യക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരു ഗോൾഡൻ ടൈം 12 കൊല്ലം ഇതേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ
എൻ്റെ ഒബ്സർവേഷൻ അബൌട്ട് ദ ഗവേണൻസ് ബേസ് ആണ്. വാറുകളുടെ ബേസ്, എനർജി ഇഷ്യൂസ്, ഫുഡിന്റെ ഇഷ്യൂസ്, ഫാർമസി ഇഷ്യൂസ്, സേഫ്റ്റി ഇഷ്യൂസ്. ഒരു പ്രൈം മിനിസ്റ്റർ, ഈ ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസിയുടെ 145 കോടി ജനങ്ങളെ ഡ്രൈവ് ചെയ്തു പോകുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഒരു സാധാരണ ഒരു എക്സാം നടത്തിൽ വന്ന ഫ്ലോയ്ക്ക് തൻ്റെ സമയത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം അതിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് യൂത്തിന് വേണ്ടി ആക്ഷൻ ചെയ്യുന്ന, ഈസ് എ ഡുവർ, ഈസ് നോട്ട് എ ലിപ് സെർവിങ് മാൻ, ഈസ് എ ഡുവർ. എന്ത് ചോദിക്കുന്നു, എല്ലാവരും ചോദിക്കുന്നു, പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നില്ല. ഈസ് നോട്ട് ടോക്കിംഗ്, ഈസ് ഡൂയിങ്. ഇന്നത്തെ ട്വീറ്റിൽ എല്ലാം ഉണ്ട്. വളരെ വ്യക്തമായിട്ട് 4 പോയിന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് അല്പരാഷ്ട്രീയം ഒരു വാചകമെങ്കിലും പറയണമെന്ന് തോന്നി. ഡൽഹിയിൽ പ്രൈം മിനിസ്റ്ററുടെ വീടിന്റെ ചുറ്റും ആദ്യമായിട്ട് കുറെ MP-മാര് നമ്മുടെ ഖാർഗേജിയുടെ വീട്ടിലേക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ വിളിച്ചു വരുത്തിയിട്ട് സഡൻ ആയിട്ട് കയറി അവിടെ ഒരു അനാർക്കി സൃഷ്ടിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഇന്ത്യ ടീം ഡൈല്യൂട്ട് ചെയ്ത് ഇറോഡ് ചെയ്ത് 4-5 കൂട്ടാളികൾ പിരിഞ്ഞു പോയി. ആകെ ഡെസ്പറേറ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുകയും ചുളുവില് യുവാക്കളെ വഴിതെറ്റിച്ച് കൂട്ടി നിർത്തുന്നതിന് വേണ്ടി ഇവർ ചെയ്ത ഒരു ഡെസ്പറേറ്റ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻക്ലൂഡിങ് മീഡിയ മനസ്സിലാക്കേണ്ടത്. എനിക്ക് വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റും, ആസ് എൻ എൽഡർ, ആസ് എൻ എഡ്യൂക്കേഷൻ എക്സ്പെർട്ട് ആൻഡ് ഓൾസോ എ പേഴ്സൺ ഇൻ പൊളിറ്റിക്സ്, ഐ ക്യാൻ ടെൽ യു, നമ്മുടെ ഭാഗ്യമായ ഫേസ് ആണ് ഈ 12 കൊല്ലം. ഇത് പോയി അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വികസിത് ഭാരത് 47 എന്നുള്ള മിഷൻ നന്നായിട്ട് പോകും. ഈ കൊച്ചു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നേരെയാവും. എനിക്ക് ജെൻസിയോട് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, ശ്രീധർ വെമ്പു ഇന്ന് രാവിലെ ട്വീറ്റ് ചെയ്താണ് പറയുന്നത്. ശ്രീധർ വെമ്പു സോഹോ ചെയർമാൻ പറഞ്ഞു, ഇത് മലീഷ്യസ് ഇൻട്രസ്റ്റ്, മലീഷ്യസ് എക്സ്റ്റേണൽ ഇൻട്രസ്റ്റ്, ഡോളർ ഡ്രിവൺ ഇൻട്രസ്റ്റ്, അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ഗ്രോത്തിൽ 7% ഗ്രോത്തിൽ ഷൂട്ട് ചെയ്ത് പോകുന്ന ഇന്ത്യ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിന് എക്സ്റ്റേണൽ അജണ്ടയുടെ ഭാഗമായിട്ട് ഈ കൊച്ചു കുട്ടികളെ ഉപയോഗിക്കുകയാണ്. നമ്മൾ വീഡിയോ ചെയ്ത് മനസ്സിലാക്കണം, ജനങ്ങളെ മനസ്സിലാക്കണം, ജൻസിയെ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മനസ്സിലാവുന്നില്ല. അങ്ങനെ ആണെങ്കിൽ, ഡിമാൻഡ് ആണെങ്കിൽ അത് പാർലമെന്റിന്റെ ഫ്ലോറിലല്ലേ വെക്കേണ്ടത്. ഞാൻ കുറച്ചു കാലമായിട്ട് പോളിറ്റിക്സ് കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു മിനിസ്റ്ററിന്റെ റെസിഗ്നേഷൻ വേണമെങ്കിൽ, ഉദ്യോഗസ്ഥന്റെ റെസിഗ്നേഷൻ വേണമെങ്കിൽ പാർലമെന്റ് ഡിബേറ്റിന്റെ ഭാഗമായിട്ട് ചോദിക്കണം. എന്താണ് അതിന്റെ പ്രോബ്ലം? പാർലമെന്റിന്റെ ഉള്ളിൽ പോയി ചർച്ച ചെയ്യാൻ എന്തിനാണ് കോൺഗ്രസിന് ഒരു വിഷമം? അവിടെ എല്ലാ കാര്യങ്ങളും പറയണം. അവിടെ മന്ത്രിന്റെ റെസിഗ്നേഷൻ ആണെങ്കിൽ മന്ത്രി, കേരള BJP പ്രസിഡന്റ് റെസിഗ്നേഷൻ ആണെങ്കിൽ കേരള BJP പ്രസിഡന്റ്, അത് പാർലമെന്റ് അല്ല ചെയ്യേണ്ടത്. ഇത് NRK ഒരു വയലന്റ് മോബായിട്ട് ആണോ ഈ ഡെമോക്രസിയിൽ അത് ചോദിക്കേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കൂ. നമ്മൾ ഡെമോക്രസിയിലാണോ ജനാധിപത്യത്തിലാണോ ജീവിക്കുന്നത്, ഒരു NRKയിലാണോ? ഒരു മോബ് വന്നിട്ട്, ഞാനിപ്പോ ഒരു മീഡിയ ഹൗസിന്റെ മുമ്പിൽ ഒരു മോബ് വന്നിട്ട് എനിക്ക് നിങ്ങൾ റിപ്പോർട്ടിങ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മോബ് കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാവുമോ? അല്ല, നിങ്ങൾ എഡിറ്റർ രാജിവെക്കണം, നിങ്ങൾ ജേർണലിസ്റ്റ് രാജിവെക്കണം. എന്നെ കുറിച്ച് ഇവിടെ ജേർണലിസ്റ്റ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ അടുത്ത് നിങ്ങളുടെ എന്താണ് അഭിപ്രായം? ഞാൻ അവിടെ ഒരു മോബ് എടുത്തിട്ട് വരുന്നോ ആണോ? അത് തെറ്റാണെന്ന്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മൾക്ക് ഒരു ബേസിക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ലിമിറ്റേഷൻ എന്താണ്? നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇന്ന് ഞാൻ രാവിലെ എണീറ്റു, എനിക്ക് ഇത് ആവശ്യമാണ്, അത് ഇന്ന് തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. നമ്മൾ അവിടെ പോയി ഒരു ഡിബേറ്റ് ചെയ്യണം. അത് ജനാധിപത്യത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അതൊന്നും ചെയ്യാണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ വീട്ടിൽ ഹൈ സെക്യൂരിറ്റി സോണിൽ പോയി ഓരോരോ കോമാളിത്തരം ചെയ്യുക, ഇത് മെച്യൂരിറ്റിയാണ്, ഇത് ഡെമോക്രസിയാണ്. ഇത് ചൈനയിൽ ചെയ്ത അവരിപ്പോ ജയിലായിരിക്കും. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് പോയി ബീജിംഗിൽ ചെയ്യട്ടെ, മിഡിൽ ഈസ്റ്റിൽ പോയി എല്ലാ വെക്കേഷനിൽ പോകുന്ന വ്യക്തിയല്ലേ രാഹുൽ ഗാന്ധി, അവിടെ പോയി ചെയ്യട്ടെ, ദുബായിൽ പോയി ചെയ്യട്ടെ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ
ഇത് ജനാധിപത്യമാണ്. നമ്മൾ അതിനെ അട്ടിമറിക്കാൻ എന്ത് നെറേറ്റീവ് വെച്ചിട്ടും ഞങ്ങൾ സമ്മതിക്കില്ല. അത് BJP നോക്ക്, BJP ഒരു നിലപാടുണ്ട്. 2014 ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന മാൻഡേറ്റ് എന്തിനായിരുന്നു? ഈ നാടിനെ നന്നാക്കാൻ. ആ മാൻഡേറ്റ് ഞങ്ങൾ അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ കോമഡിത്തരൊന്നും ഞങ്ങൾ അത് വിട്ടുകൊടുക്കില്ല. ഒരു രീതിയുണ്ട്. രാഹുൽ ഗാന്ധി അത് പഠിക്കണം, കോൺഗ്രസ് അത് പഠിക്കണം. ആ വഴി അവർ പോകണം, ചെയ്യണം. പാർലമെന്റിൽ എന്ത് ചർച്ച ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട്, അതവിടെ ചെയ്യണം. ആ ഇഷ്യൂന് ഞങ്ങൾ അങ്ങനെ നടന്നില്ല അങ്ങനെയല്ലല്ലോ. പ്രൈം മിനിസ്റ്റർ അതിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്, 14 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2024 ഇതിനു വേണ്ടി മാത്രം ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവന്ന ആരാ? ഈ പ്രധാനമന്ത്രിയല്ലേ, ഈ സർക്കാരല്ലേ. പക്ഷെ അത് ഫുൾ പ്രൂഫ് ആണോ? ഇല്ല. അത് ഫുൾ പ്രൂഫ് ആക്കണം. അതിന്റെ ചർച്ച നടക്കണം. അത് എവിടെ നടക്കണം? വയലൻസ് കൊണ്ടല്ല, ജന്തർ മന്ദറിലല്ല, മോബിലല്ല. അത് നടക്കേണ്ടത് പാർലമെന്റിലാണ്. കാരണം പാർലമെന്റാണ് ആ ബില്ല് അമെൻഡ് ചെയ്യേണ്ടത്, ബില്ല് ശക്തമാക്കേണ്ടത്, ഇനിയും ശക്തമാക്കേണ്ടത്. അത് ഇന്ന് ചർച്ച ചെയ്യേണ്ട. ഇന്നത്തെ ടോപ്പിക് ഇതാണ്. അതിന്ന് ശ്രദ്ധ തിരിക്കാനോ അതിന്ന് ശ്രദ്ധ മാറ്റാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ കൃത്യമായി കമലേഷോട് പറഞ്ഞു. എന്തോ അല്ല, ഇതില് ഒരു പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞതിൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.